പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ ദേവദാസിനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. എന്തുകൊണ്ട് ദേവദാസിനെ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമാണ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ജീവിതത്തിൽ ദൈവം നടത്തിയതായ വിധങ്ങളും വഴികളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രിയ ദേവദാസനെയും കൂടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ പ്രസ്താവിപ്പാനുള്ള ദൈവകൃപ കർത്താവ് കൊടുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് സാക്ഷ്യമോ ആയിത്തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾവിക്കാരെയെല്ലാം ദൈവം അനുഗ്രഹിച്ചാട്ട യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദേവദാസനെ നമ്മോടൊപ്പം ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാട്ട്? കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസന് നൽകി തരികയാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാൻ. ഓക്കെ ദേവദാസനെ, താങ്ക് യു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇങ്ങനൊരു അവസരം ദൈവമായ കർത്താവ് എനിക്ക് പറയുവാനും, സ്തോത്രം, ഈ ചാനലിലൂടെ, ജോയ്സ് ക്രിസ്തീയ ടി വി ചാനലിലൂടെ മാന്യനും ബഹുമാനിതരുമായ ദൈവമക്കളും എൻ്റെ കൂട്ടുവിശ്വാസികളൊക്കെ സ്തോത്രം കേൾക്കുവാനൊക്കെ ദൈവമായ കർത്താവ് ഒരു അവസരം തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് മുഖാന്തരമായത് നമ്മുടെ ജോയ്സ് ടി വി ചാനലിലെ ഫൗണ്ടറൊക്കെ ആയിരിക്കുന്ന ജോർജ് പാസ്റ്ററേയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവൾ വാത്സല്യ അമ്മാമ അതിന്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ഒരു എൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുവാനായിട്ട് കൂട്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചാനലിലൂടെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മാന്യ ദൈവമക്കൾക്കും സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ സ്തോത്രം ക്രിസ്തീയ വന്ദനത്തെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും ക്ഷേമമായി സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ടി വി ചാനൽ കൊല്ലത്ത് നിന്നാണല്ലോ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. എൻ്റെ പേര് ഡേവിഡ് എബ്രഹാം എന്നാണ്. സ്തോത്രം. എൻ്റെ സ്തോത്രം ജീവിതചര്യ അല്ല എങ്കിൽ ആമേൻ സ്തോത്രം എൻ്റെ കുട്ടിക്കാലത്തിൽ ആമേൻ സ്തോത്രം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഒരു തേയിലത്തോട്ടത്തിലാണ്. ബോണക്കാട് എന്ന് പറയും. എൻ്റെ ഫാദർ എബ്രഹാം, അമ്മ മേരി. അവർക്കുണ്ടായ 10 മക്കളിൽ 8ാമനായിട്ട് ജനിക്കുവാൻ എനിക്ക് ദൈവം ഈ ഭൂമിയിൽ അവസരം തരികയുണ്ടായി. സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് സ്തോത്രം ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആയിരിക്കുന്നത് സ്തോത്രം 100% കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപാണ് 100% എനിക്ക് കാഴ്ച പോയത്. അതെങ്ങനെ പോയി എന്നുള്ള കാര്യം പുറകാലെ സ്തോത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ സ്തോത്രം ചില അനുഭവ വേദ്യമായ ചില വഴികളിലൂടെയൊക്കെ എന്നെ കർത്താവ് നടത്തി. ആമേൻ. സ്തോത്രം. അതെല്ലാം പറയുമ്പോഴും കേൾക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾക്കൊക്കെ ഒന്നുകൂടെ കർത്താവിനോട് അടുക്കുവാനും വിശ്വാസം വർദ്ധിക്കുവാനും ആമേൻ സ്തോത്രം ദൈവവേല ചെയ്യുവാനൊക്കെ ദൈവമായ കർത്താവ്, നിത്യതയ്ക്കായി ഒരുങ്ങുവാനൊക്കെ ദൈവമായ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. സ്തോത്രം. ദൈവമായ കർത്താവ് അതിനെ വളർത്തട്ടെ, ക്രിസ്തുവിന്റെ തലയോണം വളർത്തട്ടെ എന്ന് ഞാൻ അഹമഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ അത് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സാധാരണ സാക്ഷ്യം ആമേൻ സ്തോത്രം പറയുവാനൊന്നും സ്തോത്രം ഞാനും നമ്മളൊന്നും ആഗ്രഹിക്കത്തില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരത്തെ കുറിച്ച് പറയുമ്പോഴും അനുഭവിച്ച ടേസ്റ്റി ആയിട്ടുള്ള ദൈവരൂയൊക്കെ വർണ്ണിക്കുന്നത് ആമേൻ സ്തോത്രം നമുക്ക് വളരെ നല്ലതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ കണക്കിലെടുത്ത് ഞാൻ കൂടുതലും സ്തോത്രം ഞാൻ ദൈവവചനം പ്രസംഗിച്ച് പറയുന്നത് എനിക്ക് ഒരുപാട് താല്പര്യമാണ്. എന്നാൽ അങ്ങനെ
നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ കർത്താവ് നമ്മളെ നടത്തിയ ആ ഒരു നിലവാരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ് അത് സന്തോഷമായി തീരും. അത് കുറച്ചുകൂടെ ആത്മീയവർത്തനക്കൊക്കെ കാരണമായി തീരും. സ്തോത്രം. എൻ്റെ പിതാവ് എൻ്റെ 2.5-3 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാരണം എൻ്റെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയൊക്കെ ആയിരുന്നു. ബോണക്കാട് തേയിലത്തോട്ടത്തിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. എൻ്റെ മാതാവിനും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ കുളുന്തു നുള്ളുന്ന ജോലിയായിരുന്നു എൻ്റെ മാതാവിന്. അങ്ങനെ എൻ്റെ ഫാദർ എൻ്റെ 2.5 വയസ്സ് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സ്തോത്രം വളരെ അനാഥത്വവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കമൊക്കെ എനിക്ക് നേരിടാനിടയായി. അങ്ങനെ ഞാനും എനിക്ക് താഴെയുള്ള എൻ്റെ അനിയത്തിയും എൻ്റെ അനുജ സഹോദരനും കൂടെ സ്തോത്രം ഞങ്ങൾ ഒരു ചിൽഡ്രൻസ് ഹോമിൽ പഠിക്കുവാനായിട്ട് പോയി. അവിടെ വെച്ച് സ്തോത്രം ഒരു VBS ക്ലാസ്സിൽ വെച്ച് എനിക്ക് എൻ്റെ 8ാമത്തെ വയസ്സ്, എൻ്റെ ഓർമ്മ ശരിയായെങ്കിൽ 8ാമത്തെ വയസ്സിലൊക്കെ എനിക്ക് കർത്താവിനോട് ഒന്നുകൂടെ ഒന്ന് അടുക്കുവാനായിട്ടൊക്കെ ഇടയായി. താമസം പിന്നെ ഞങ്ങൾ പിന്നെയും ട്രിവാൻഡ്രത്ത് വരുവാനിടയായി വന്ന് ആമേ സ്തോത്രം സ്തോത്രം. അതിനുശേഷം പിന്നെയും ഈ മാവേലിക്കരയിൽ തന്നെ ഞാൻ പോയി എൻ്റെ ബാല്യകാല പഠനമൊക്കെ ഏറെക്കുറെയൊക്കെ പഠിച്ച് സ്തോത്രം പൂർത്തീകരിക്കാനൊക്കെ ഇടയായി. തുടർന്നുള്ള ഉപരിപഠനം ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് സ്തോത്രം എൻ്റെ സാമാന്യ വിദ്യാഭ്യാസത്തിന് ശേഷം കുവൈറ്റിൽ പോയത് സ്തോത്രം ഞാൻ ഇന്നെന്നപോലെ ചിന്തിക്കുകയാണ്. തികച്ചും ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ എല്ലാ അവസ്ഥകളെയും ക്രിസ്തുവിൽ എന്നെ മുമ്പേ കണ്ടവനായ ദൈവം സ്തോത്രം സ്തോത്രം ദൈവം എനിക്കൊരു വഴിയൊരുക്കി. അങ്ങനെ ഉപജീവനാർത്ഥം പോയി എങ്കിലും അതിനപ്പുറമായിട്ട് എൻ്റെ യേശുവിനെ യഥാർത്ഥമായിട്ട് അവിടെ വെച്ച് സ്തോത്രം രക്ഷകനായ കർത്താവുമായി സ്വീകരിക്കാനൊക്കെ ദൈവമായ കർത്താവ് എനിക്ക് ഭാഗ്യം ലഭിച്ചു. അത് ഇന്നും സ്തോത്രം ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആമേ സ്തോത്രം. ഞാൻ അവിടെ കുവൈറ്റ് ഫാഹിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തമ്പിക്കുട്ടി, അതായത് ശങ്കരമംഗലം തോമസ് മാത്യു എന്ന് പറയുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ കൃത്യൻ ചർച്ചകളുടെ ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ നിസ്സീമമായ ആമേ സ്തോത്രം അതെ സ്നേഹവും അതുപോലെ തന്നെ തൻ്റെ വചന പഠിപ്പിയിലൊക്കെ എന്നെ വളരെ ആകർഷിക്കുകയുണ്ടായി. സ്തോത്രം. പലപ്പോഴും ബൈബിൾ ക്ലാസ്സുകൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഞാൻ ഉന്നയിച്ചിരുന്നു. പിന്നത്തേതിൽ ഏകദേശം ബൈബിൾ സ്തോത്രം പല ആവർത്തി വായിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്ക് ദൈവമായ കർത്താവ് അവിടെ വെച്ച് തന്നെ കുവൈറ്റ് സിറ്റിയിൽ എനിക്ക് കർത്താവിന്റെ ദാസനോട് പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടുവാനും തുറന്നുള്ള മീറ്റിങ്ങിൽ അഭിഷേകമൊക്കെ പ്രാപിക്കാൻ ദൈവമായ കർത്താവ് വഴിയൊരുക്കി. അതിൻ്റെയൊക്കെ സ്തോത്രം പശ്ചാത്തലത്തിലൊക്കെ ഞാൻ അവിടെ ഒത്തിരി ചർച്ചിൻ സംബന്ധമായും അല്ലാതെയൊക്കെ അറബി ദേശത്തിൽ കുവൈറ്റിൽ വെച്ച് തന്നെ പല സുവിശേഷ വേലയിൽ ഞാൻ അവിടെ ഭാഗവാക്കാകുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. പല എൻ്റെ അറബി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ മറ്റിതര ഓഫീസേഴ്സിനോടൊക്കെ ജാതിമത ഭേദമന്യേ സ്തോത്ര പല പരിമിതികളും അവിടെ ഉണ്ടല്ലോ. നമ്മുടെ ക്രിസ്തു മാർഗത്തെ പ്രചരിപ്പിക്കുവാൻ അതൊരു മതം പോലെ അവർ മതസ്പർദ്ധ ഉണ്ടാകുന്ന ഒരു പ്രദേശമൊക്കെയാണല്ലോ സ്തോത്രം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ഞാൻ ഈ അറബിയിൽ എഴുതിയ ഈ നമ്മുടെ സുവിശേഷ പ്രതികൾ മറ്റുമൊക്കെ കൊടുക്കുമായിരുന്നു. അത് പിന്നത്തേതിൽ സ്തോത്രം പ്രശ്നമായി മാറി. അവിടുത്തെ കുറെ അറബി സഹോദരങ്ങൾ എന്നെ വളരെ ടോർച്ചർ ചെയ്യുകയുണ്ടായി. ഒടുവിൽ അവർ പറഞ്ഞത് ഈ രാജ്യം വിടാൻ കഴിയത്തില്ല, അവിടെ ജയിലിനകത്ത് ആക്കും, അല്ലെങ്കിൽ ഞങ്ങൾ സ്തോത്രം കൊല്ലുകയും ചെയ്യും എന്നൊക്കെ ഭയങ്കരമായ ഒരു വധഭീഷണിയൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സ്തോത്രം എനിക്ക് പിന്നെയും ആഗ്രഹമാണ് ദൈവത്തിന്റെ വചനം പ്രചരിപ്പിക്കണം, കേൾക്കണം. ഇങ്ങനെയൊക്കെയുള്ള അകമഴിഞ്ഞ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, അവിടെ ബൈബിൾ സ്റ്റഡിയൊക്കെ കേട്ട് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് ഒരു സന്തോഷം ലഭിക്കുന്നുവെങ്കിലും എനിക്ക് അധികമായ ഒരു ആഗ്രഹം ബൈബിൾ ആദിയോടന്തം ദൈവശാസ്ത്രം ഒന്ന് പഠിച്ചാൽ എന്താ, അത് നാട്ടിൽ അത് ഭയങ്കരമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ സ്തോത്രം സൂപ്പർ മാർക്കറ്റിലെ ജോലി
രാജിവെക്കുകയുണ്ടായി. രാജിവെച്ചിട്ട് സ്തോത്രം ഞാൻ നേരെ കർത്താവിന്റെ ദാസൻ ലെറ്റർ വാങ്ങി ഞാൻ കുമ്പനാട് PG മാത്യു പാസ്റ്റർ നടത്തുന്ന ഒരു ലിമിറ്റഡ് ബൈബിൾ കോളേജിൽ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ് സ്തോത്രം ഞാൻ സുശേഷ വേലയുടെ ഭാഗികമായി ആയിത്തീരുകയും സ്തോത്രം അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്തോത്രം ഏകദേശം ഇന്നൊക്കെ ഒരു 15 വർഷം മുമ്പ് എക്സാമിന് മുമ്പ് അവിടുത്തെ സ്തോത്രം സെക്കൻഡ് സെമസ്റ്റർ എക്സാമിന് മുൻപായിട്ട് ഞാൻ ഒരു വണ്ടി നിയന്ത്രിച്ചുകൊണ്ടിരുന്നപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അതിദാരുണമായ ഒരു അസുഖം എന്നെ ബാധിക്കുകയുണ്ടായി. പ്രൈസ് ലോർഡ്. ബാധിച്ചത് വഴി എനിക്ക് എൻ്റെ സ്തോത്രം സുബോധവും അതുപോലെ തന്നെ ശാരീരികമായിട്ട് അതിഭയങ്കരമായ ഷുഗറിങ്ങും അതുപോലെ തന്നെ ഒരു മരണാവസ്ഥയിൽ എത്തി നിൽക്കുകയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ടായി. അപ്പൊ അവിടെയുള്ള നാട്ടു സ്നേഹികളും അവിടുത്തെ സ്തോത്രം ജംഗ്ഷൻ ഉണ്ടായിരുന്നവരൊക്കെ എന്നെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. എങ്കിലും ഈ മെനിഞ്ചൈറ്റിസ് അസുഖം എന്ന് പറയും പോലെ അത് ഭയങ്കരമായ മാരകമായ ഒരു ഡിസീസ് അല്ലെങ്കിൽ അസുഖമെന്നാണ് ആരോഗ്യവകുപ്പും ഒക്കെ ആ ഹോസ്പിറ്റലിൽ അധികാരികളൊക്കെ പറയുന്നത്. പിന്നത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്തോത്രം ഞാൻ മരിച്ചു പോകും, ഇനി വേറെ വഴികളൊന്നുമില്ല എന്ന് എന്നെ ശുശ്രൂഷിക്കുന്ന എല്ലാ അതെ ആരോഗ്യ വൃന്ദങ്ങളും പറഞ്ഞു. അതുകൊണ്ട് വേറെ ഇച്ചിടെ മെച്ചമായ ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ തന്നെ സ്തോത്രം എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ അവിടെയും 2-3 ദിവസം നോക്കിയ ശേഷം അവർ പറഞ്ഞു മരിച്ചു പോകും, നിങ്ങൾ അറിയിക്കേണ്ടവർക്ക് അറിയിക്കണം എന്നിങ്ങനെ പറയുകയുണ്ടായി. സ്തോത്രം. അങ്ങനെ വളരെ ഭാരത്തോടെ ചില എൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ എൻ്റെ ബന്ധുജനങ്ങളും ഒക്കെ പുറത്തിങ്ങനെ എൻ്റെ ശവശരീരം എപ്പോൾ കിട്ടും, എപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് കാത്തിരുന്നപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി തന്നെ അവർ നിശ്ചയിച്ച ഡോക്ടേഴ്സൊക്കെ നിശ്ചയിച്ചിരുന്ന ഒരു പ്രഭാതം 6-ാം തീയതി 6ാമത്തെ ദിവസം പകലിൽ തന്നെയാണ് എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് അത് അപ്രത്യക്ഷമാകുണ്ടായത്. എൻ്റെ ശരീരത്തിൽ എനിക്ക് അത് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. മെഡിക്കൽ കോളേജിൽ ICC യൂണിറ്റിനുള്ളിൽ സ്തോത്രം എനിക്ക് അപകട സൂചനകളും അതുപോലെ തന്നെ അപായ സൂചനയൊക്കെ നൽകിക്കൊണ്ടിരുന്ന ലൈറ്റ് സംവിധാനങ്ങളും ശബ്ദ സംവിധാനവും ഒക്കെ പെട്ടെന്ന് നിലയ്ക്കുണ്ടായി എന്നാണ് സ്തോത്രം ഞാൻ അറിയുന്നത്. അപ്പോഴേക്കും എൻ്റെ ശരീരത്തിലുള്ള ജീവൻ ആമേൻ ആത്മാവ് പൗലോസ് ബൈബിളിൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ എൻ്റെ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, ശരീരത്തോടെയാണോ അതോ അല്ലാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല, എന്തായാലും അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നൊരു തൻ്റെ അനുഭവ സാക്ഷ്യം പോലെ ഞാനീ നിങ്ങളുടെ മധ്യേ പറയുന്നത് പോലെ ഒരു സാക്ഷ്യം താൻ രചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ തിരിച്ച് ഘടകവിരുദ്ധമായി ഞാൻ ആ സമയത്ത് 2:30-3 മിനിറ്റിനുള്ളിൽ എൻ്റെ ആത്മാവ് പോയത് നേരെ സ്തോത്രം അതെ ഈ ധനവാൻ എന്ന് പറയുന്ന വ്യക്തി ബൈബിൾ പറഞ്ഞിരിക്കുന്ന ധനവാൻ ലാസറിന്റെ സംഭവ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ പോയത് ഒരു നരകയാതനയിലോട്ടാണ് ഞാൻ പോയത്. പ്രൈസ് ദി ലോർഡ്. ആ യാതനയ്ക്കുള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനെ പ്രവേശിപ്പിച്ചില്ല. അതെല്ലാം കാണുവാനും അവിടുത്തെ ദീനരുടെ കേൾക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് എനിക്ക് അവിടെ ഒരു അവസരം ഒരുക്കി എന്നുള്ളതാണ്. ഞാൻ അതുവരെ ബൈബിളിലൂടെ പറഞ്ഞാട്ട് ദേവദാസനെ അതെങ്ങനെയാണ് ആ അനുഭവം ഒന്ന് വിവരിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് വിവരിച്ചാട്ട്. സ്തോത്രം. ഞാൻ ആ മരിച്ച സമയത്ത് സ്തോത്രം എൻ്റെ ആത്മാവ് അതെ നരകത്തിൽ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കാൻ കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ അതിനെ തുടർന്ന് എനിക്കുണ്ടായ അനുഭവങ്ങൾ സ്തോത്രം ബൈബിളിലൂടെ മാത്രമാണ് ധനവാന്റെയും ലാസറിന്റെയും അതായത് ലൂക്കോസിന്റെ സൂചന 16-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ സ്തോത്രം നരകത്തിൽ കത്തുന്ന എരിയുന്ന നരകത്തിൽ തള്ളിയിടും എന്നൊക്കെ സ്തോത്രം ഗന്ധവും തീയും കത്തുന്ന പൊയ്കയിൽ തള്ളിയിടും എന്നൊക്കെ നമുക്ക് വചനം വായിച്ചിട്ടുണ്ടെങ്കിലും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമാകുന്ന നിലയിൽ നാം അറിയുമ്പോഴാണ് അതിനോടുള്ള കൂടുതൽ സ്തോത്രം ബോധവും അതുപോലെ തന്നെ ഗൗരവവും നമുക്ക് ഉണ്ടാകുന്നത്. അതേപോലെ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ ഈ നരകയാതന. പക്ഷെ അത് സ്തോത്രം ഞാൻ
ചില സ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത് അധികം പറയാറുള്ളത്. എന്നാൽ ചിലര് ഇത് സ്തോത്രം പെട്ടെന്ന് നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിലും പ്രൈസലോ സ്തോത്രം പലരും മരണത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളതായി പിന്നത്തേൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്തോത്രം അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അവിടെ പോയപ്പോൾ സ്തോത്രം ബൈബിൾ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്തോത്രം കൈകളിലെ ചെറിയ കുഞ്ഞു വിരലിന്റെ വണ്ണത്തിലുള്ള ഏകദേശം ഒരടി നീളത്തോളം വരുന്ന സ്തോത്രം പുഴുവാണോ എന്ന് നമുക്ക് സ്തോത്രം നിശ്ചയിക്കാൻ കഴിയത്തില്ല. അത് പാമ്പിന്റെ സ്തോത്രം രൂപമാണോ എന്ന് പറയത്തില്ല. അത്രയും നീളം ഉള്ള ആ ചെറുവിരലിന്റെ വണ്ണമുള്ള സ്തോത്രം അനേകം സ്തോത്രം പാമ്പിന്റെ രൂപത്തിൽ അനേകം ഈ നരകത്തിൽ പോയിട്ടുള്ള സ്തോത്രം ആത്മാക്കളുടെ ശരീരം ആത്മശരീരത്തെ മുഴുവൻ വരിഞ്ഞു മുറുകി അവര് ആ തീയിലുള്ള, അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ കെടാത്ത പുഴു, ആ പുഴുക്കളും സ്തോത്രം അവരുടെ ആത്മശരീരം ഒരിക്കലും നശിക്കുന്ന ഒരു അനുഭവത്തിലല്ല എനിക്കവിടെ കാണുവാൻ കഴിഞ്ഞത്. സ്തോത്രം നമ്മുടെ ഈ ഭൂമിയിലെ സ്തോത്രം ഒരു നമ്മൾ വിറക് വെച്ചോ ഏതെങ്കിലും ഫ്യൂൽസ് ഏതെങ്കിലും പെട്രോളോ മണ്ണെണ്ണയോ കത്തിക്കുന്നത് പോലത്തെ സ്തോത്രം അങ്ങനെയുള്ളൊരു ഫയർ, അങ്ങനെയൊരു തീയായിട്ടല്ല എനിക്കിവിടെ ദർശിക്കാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ സ്തോത്രം സ്തോത്രം നമുക്കത് ഒരിക്കലും ഞാൻ ആത്മാവിൽ അത് പോയതുകൊണ്ട് ഒരു പക്ഷേ ഇത് കാണുവാനുള്ള ഒരു എബിലിറ്റി, ഒരു കഴിവ് ദൈവം എനിക്ക് തന്നതായിരിക്കാം. ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്ത, ഈ ഭൂമിയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിലുള്ള അതിഭയങ്കരമായ സ്തോത്രം ഒരു വലിയ എരിയുന്ന ഒരു വലിയ ഒരു ജലസാഗരം തന്നെ തീയായി പല നിലയിൽ പല വർണ്ണങ്ങളിൽ സ്തോത്രം അവിടെ കത്തി കത്തി നിൽക്കുന്ന ഒരു വലിയ കാഴ്ച എനിക്കവിടെ കാണുന്നുണ്ട്. അതിന്റെ നടുവിൽ സ്തോത്രം അനേകം നരകത്തിൽ സ്തോത്രം വീണ അതായത് സ്തോത്രം നരക യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം അനേകം വ്യക്തി, അവരുടെ രൂപമോ അവരുടെ ഭാവമോ ഒന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. സ്തോത്രം അവരുടെ ഗർജനങ്ങളും അവരുടേതായ സ്തോത്ര ഭീകരമായ ഒച്ചകളും ഒക്കെ സ്തോത്രം അത് ഈ ഭൂമിയിൽ നിന്ന് വിവരിക്കാൻ കഴിയത്തില്ല. അവര് സ്തോത്രം ജീവിക്കാൻ വേണ്ടി സ്തോത്രം അവര് ആ തീക്കുണ്ടത്തിൽ നിന്ന് പുറത്തോട്ട് വന്ന് സ്തോത്രം ഒരു വിടുതലിന് വേണ്ടി അവരെ കരയുന്നുണ്ട്, അവർ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കൊരു വിടുതലും മരണം ഒരിക്കലും സാധ്യമല്ലാത്ത നിലയിലുള്ള ആക്രോശങ്ങളും ധ്വംസനങ്ങളുമാണ് അവിടെ സ്തോത്രം അവിടെ ഞാൻ കാണുവാൻ ഇടയായത്. അത് സ്തോത്രം നമുക്ക് പറയുന്നതിലുപരി അത് സ്തോത്രം നമുക്കത് പറഞ്ഞ് വിശദീകരിക്കാൻ വലിയ ഭീകരമായ സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴെങ്കിൽ സ്തോത്രം ഇത് വളരെ എത്ര യാഥാർത്ഥ്യമാണ് ഞാൻ വളരെയധികം സ്തോത്രം വളരെ ഞെട്ടലോടെ വളരെ സ്തോത്രം ഗൗരവത്തോടെ ഞാനത് നോക്കി. കർത്താവെ സ്തോത്രം, അവിടുത്തെ വചനം എത്ര അപ്രമേയമാണ്. കർത്താവെ അവിടുത്തെ സ്തോത്രം മനുഷ്യരാശിക്ക് നീ അവിടുന്ന് സ്തോത്രം ഹല്ലേലൂയ നിന്റെ ആത്മാവിനെ രചിക്കപ്പെട്ട ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്വർഗം നരകം സ്തോത്രം രണ്ടും നിത്യതയാണല്ലോ. കർത്താവ് എത്ര യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ അവിടെ എൻ്റെ ആത്മാവിൽ സ്തോത്രം വളരെ സ്തോത്രം ആശങ്കയോടെ കർത്താവ് ഞാനുമായിട്ട് അവിടെ ഒരു തീരുമാനമെടുത്തു. കർത്താവെ ഇനി എനിക്കൊരു ജീവിതമുണ്ട് എങ്കിൽ കർത്താവ് ഈ ഒരു സന്ദേശം, ഈ നരകത്തിലെ സ്തോത്രം ഈ കാഴ്ചകളും സ്തോത്രത്തിന്റെ സിറ്റുവേഷനൊക്കെ സ്തോത്രം ഞാൻ ഈ ഭൂമിയിൽ സ്തോത്രം അനേകം പേരോട് സാക്ഷ്യമായി പറയും എന്നുള്ളൊരു തീരുമാനം സ്തോത്രം ഞാൻ എൻ്റെ ആത്മാവിൽ എടുത്തു. സ്തോത്രം ഒടുവിൽ എൻ്റെ ജീവനെ അഥവാ പ്രാണനെ സ്തോത്രം സ്വർഗത്തിലെ ദൈവം അതെ മരിച്ചുപോയി എന്ന് വിധി എഴുതിയ ICC യൂണിറ്റിനുള്ളിൽ മെഡിക്കൽ കോളേജിനുള്ളിൽ ഏകദേശം 2.5-3 മിനിറ്റിനുള്ളിൽ ശരീരം അവര് പാക്ക് ചെയ്ത് എന്ന സമയത്ത് സ്തോത്രം അതിനകത്ത് നിന്ന് വഴിക്കും തുറന്ന് എനിക്ക് അപായ സൂചന തന്നുകൊണ്ടിരുന്ന സ്തോത്രം കൊടുത്തുകൊണ്ടിരുന്ന ലൈറ്റുകളും അതിന്റെ ലൈറ്റുകളൊക്കെ പച്ച കളറിൽ കത്തുവാനിടയായെന്നും അതിന്റെ ശബ്ദ സംവിധാനം നോർമലായി ശബ്ദം അതെ സ്തോത്രം പുറപ്പെടുവിച്ചു എന്നൊക്കെ എനിക്ക് പിന്നത്തേൽ അവിടുത്തെ ആരോഗ്യ വകുപ്പിലുള്ള നേഴ്സസും ഡോക്ടേഴ്സും ഒക്കെ എന്നോട് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞാൻ വളരെ ശരീരത്തിൽ എൻ്റെ ജീവൻ വന്നുവെങ്കിൽ വാസ്തവത്തിൽ സ്തോത്രം എന്നെ സ്തോത്ര ICC യൂണിറ്റിനുള്ളില് ഡേവിഡ് എന്ന് എന്നെ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. പക്ഷെ അവർ വിളിക്കുമ്പോഴും ഞാൻ വേറൊരു സ്ഥലത്താണ് നോക്കിയത്. സ്തോത്രം അവര് അപ്പോ സ്ഥിരീകരിച്ചത് പുള്ളി മരിക്കുന്നതിന് പകരം പുള്ളിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നവർ മനസ്സിലാക്കി. അതും ഞാൻ പിന്നത്തേലാണ് അറിയുന്നത്. അപ്പോഴേക്ക് എൻ്റെ മാനസികമായ സ്ഥിരബോധം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒരുതരം ഹാഫ് മൈൻഡിലാണ് ഞാൻ ആ ശരീരത്തിൽ എൻ്റെ ജീവൻ ആവഹിച്ച് വന്നപ്പോൾ സ്തോത്രം ഉണ്ടായ ബോധം എനിക്ക് നോർമലി ഒരു ബോധം ഇല്ലായിരുന്നു, ഒരു ബോധരഹിതനായ അനുഭവത്തിലായിരുന്നു. അപ്പോൾ എന്നെ മറ്റ് കണ്ണിന്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയൊക്കെ അവർ തുടങ്ങിയെങ്കിലും അതെല്ലാം നിർഭാഗ്യം എന്ന് പറയട്ടെ
സ്തോത്രം. അതെല്ലാം വേറെ ഒരിക്കലും കാഴ്ച വരികയില്ല എന്നുള്ള നിലയിൽ സ്തോത്രം ആരോഗ്യവകുപ്പിനോട് പറയുകയും അന്ന് മുതൽ ഇന്നയോളം എനിക്ക് 100% കാഴ്ച ഇല്ലെന്നുള്ളതാണ് സ്തോത്രം എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത്. പാസ്റ്റ് അതിന് മുന്നേ കാഴ്ച ഉണ്ടായിരുന്നല്ലോ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ബൈബിൾ കോളേജിൽ അതിന് എനിക്ക് ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു. ഏകദേശം 15 വർഷം പിന്നിട്ടിട്ടതേ ഉള്ളൂ. ഈ സംഭവം കഴിഞ്ഞിട്ട് എനിക്കൊരു 15 വർഷം പിന്നിട്ടതേ ഉള്ളൂ. അതിനുശേഷം ഞാനും ദൈവമായിട്ട് തീരുമാനമെടുത്തതുപോലെ സ്തോത്രം അല്ല, ഞാൻ പാസ്റ്ററോട് ചോദിക്കുന്നത്, പാസ്റ്റ് ഈ മെനിഞ്ചൈറ്റിസ് വന്ന് കിടക്കുമ്പം അന്നേരം പാസ്റ്റിന് ഈ സീരിയസ് ആയ അനുഭവം, ഈ നരകം കാണുന്നതിന്റെ മുന്നേ പാസ്റ്റിന് കാഴ്ചയുള്ളതായിട്ട് ഓർമ്മയുണ്ടോ? കാഴ്ച നല്ല ബോധമാണ്. കാഴ്ച ഈ കാഴ്ച കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴാണോ പാസ്റ്റിന് കാഴ്ച നഷ്ടപ്പെട്ടത്? കാഴ്ച നഷ്ടപ്പെട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ദൈവവും ഞാനോട്ട് എടുത്ത തീരുമാനം, സ്തോത്രം, ഇങ്ങനെ ഞാനിങ്ങനെ ഇത് ചെയ്യണം എന്ന് വന്നപ്പോഴും എനിക്ക് ഏകദേശം ഒരു 1.5 മാസത്തോളം 2 മാസത്തോളം എനിക്ക് ശരിയായ സുബോധം എനിക്കില്ലായിരുന്നു. വാസ്തവത്തിൽ ശരിയായ സുബോധം എനിക്കില്ലായിരുന്നു. വാസ്തവ നരകത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ദൈവാത്മാവിനെ കാണിച്ചും ശരിക്ക് ഭയന്ന് വളരെ വിറങ്ങലിച്ച് നാളുകളോളം എനിക്ക് സ്ഥിരബോധമൊന്നും ഇല്ലായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ എനിക്ക് റീ ടെസ്റ്റിനും ചെക്കപ്പിനും ഒക്കെ എൻ്റെ ശരീരം ചെക്ക് ചെയ്യാനൊക്കെ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് സ്തോത്ര ചെക്കപ്പിനൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനെയൊക്കെ ഞാൻ പരുഷമായിട്ട് അവരോട് ഇടപെടുകയും അവരോട് വളരെ കയർത്ത് സംസാരിക്കുന്ന നിലയിൽ ഇറങ്ങി ഓടാനും ഒക്കെ ശ്രമിക്കുന്ന അതേ ഒരു സുബോധരഹിതനായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പിന്നത്തേതിൽ എനിക്ക് പൂർണ്ണമായിട്ടും പല നിലകളിൽ അരവിന്ദ് ഐ ഹോസ്പിറ്റൽ പോലുള്ള പ്രധാനപ്പെട്ട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എന്നെ ചികിത്സിച്ചുവെങ്കിലും വാസ്തവത്തിൽ എൻ്റെ ദൈവമക്കളെ എനിക്ക് ഒരിക്കലും കാഴ്ച ലഭിക്കത്തില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞു തുറന്ന് എനിക്ക് കാഴ്ച ഒരിക്കലും ലഭിക്കയില്ല എന്ന് സ്തോത്രം. അതെ, ശാസ്ത്രലോകം വിധിയതിനു ശേഷം എന്നെ അടുത്ത് സ്നേഹിച്ച എന്നെ ബന്ധുക്കളും ചാർച്ചക്കാരൊക്കെ എന്നെ ഉപേക്ഷിക്കാൻ തുടങ്ങി. എന്നെ നോക്കിക്കൊള്ളാമെന്നും കരുതാമെന്നും ഒക്കെ സ്തോത്രം വാഗ്ദാനം ചെയ്തവരൊക്കെ ആമേ സ്തോത്രം എന്നെ വിട്ടുപോയി. എപ്പോഴും ഞാൻ ദൈവവചനത്തിൽ ഒരു വചനം ഞാനിങ്ങനെ സ്തോത്രം ഓർക്കുകയുണ്ടായി. സ്തോത്രം, മനുഷ്യന്റെ സഹായത്തിനും മനുഷ്യന്റെ സ്നേഹത്തിനൊക്കെ അതിർവരുമ്പോഴും പരിമിതികളൊക്കെ ഉണ്ട്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നു കളഞ്ഞാൽ ഞാൻ നിന്നെ മറക്കില്ല എന്നുള്ള യേശുവിന്റെ സ്നേഹം പിന്നെയും എന്നെ തേടിയെത്തുവാനൊക്കെ ഇടയായി. പലപ്പോഴും സ്തോത്രം ഞാൻ അന്നൊക്കെ ആ നിലയിൽ ആ ബൈസ്കൂളിലൊക്കെ പഠിക്കുന്നുവെങ്കിലും ഒരു തരത്തിൽ ഞാനൊരു രക്ഷിക്കപ്പെട്ട ഒരു പാപിയായിട്ട് പൂർണ്ണമായ നിലയിലൊക്കെ ഒരു സ്തോത്ര പെന്റക്കോസ്റ്റ് അനുഭവമൊന്നും എനിക്കില്ലായിരുന്നു. ഉണ്ടായിരുന്നുവെങ്കിലും സ്തോത്രം ഹല്ലേലൂയ പല നിലകളിൽ സ്തോത്രം എനിക്ക് സ്തോത്രം ഞാൻ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ വളരുവാൻ എനിക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ഈ അനുഭവവേദ്യങ്ങളെല്ലാം സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ യേശോപത്തിന്റെ സ്തോത്ര രാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ടാണ് ഇതെല്ലാം എനിക്ക് ഉണ്ടായതെന്ന് ഞാനിപ്പോ സ്തോത്രം 100% വിശ്വസിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം എല്ലാവരും എന്നെ വിട്ടുപോകാനിടയായി. ഒടുവിൽ കർത്താവെ, എനിക്ക് ജീവിതം വേണ്ട, അത്ര ആശങ്കാജനകമായ നിലയിൽ ഭക്ഷണം ശരിയില്ലാതെ എനിക്ക് പ്രത്യേകിച്ച് സ്നേഹമോ പരിഗണനയോ മറ്റു ചില കാര്യങ്ങളൊന്നും പ്രാഥമികമായ കർമ്മങ്ങൾ സ്തോത്രം വല്ലാത്ത നിലയിലൊക്കെ ആയിരുന്നു. ആ നിലയിൽ ഞാൻ പോകുന്ന ഒരു സാഹചര്യം എല്ലാം ഓർത്തിട്ട് സ്തോത്രം എൻ്റെ പഴയകാല ജീവിതത്തെയൊക്കെ ഓർത്തു ഇനി ഈ ജീവിതം എനിക്ക് വേണ്ട. നമുക്ക് ബൈബിളിക്കലി ബൈബിൾ പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആത്മഹത്യ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യണം എന്നുള്ള ഒരു പ്രമാണം നമുക്ക് ബൈബിളിലില്ല. എങ്കിലും രണ്ടിലാരും ഞരങ്ങുന്ന നിലയിൽ സ്തോത്രം ഹല്ലേലൂയ ദാവീദ് പറയുന്നത് പോലെ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ അഹവും പുറവും ഒക്കെ സ്തോത്രം എന്നെ അടച്ച് കർത്താവിന്റെ കരം എൻ്റെ തലമേൽ ഭാരമായി വെച്ചിരിക്കുന്ന ഒരു അനുഭവം സ്തോത്രം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ എന്തായാലും ഈ ലോകം വിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അവിടെയും അന്നും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് മെനിഞ്ചൈറ്റിസ് വന്നിട്ടും എന്നെ മരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഇനിയെങ്കിലും സ്തോത്രം എനിക്ക് മരിച്ച് സ്തോത്രം ഹല്ലേലൂയ മണ്ണറിയണം എന്നൊരു ജടികമായ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ സ്തോത്രം വളരെ സങ്കീർണജനകമായ എനിക്ക് ആരും എന്നെ നോക്കാനില്ല, ആർക്കും ഞാനൊരു ഭാരമാവണ്ട എന്ന് കരുതി ഞാൻ ഒരു മുറിക്കുള്ളിൽ കയറും ഒക്കെ ഇട്ട് അങ്ങനെ സ്തോത്രം ആരും അറിയാതെ തന്നെ സൂയിസൈഡ് എന്നതുവരെ സ്തോത്രം എന്നെ സ്നേഹിക്കുന്ന ആത്മീയരോടല്ലാതെ ഞാൻ ആരോടും പറയാറില്ല. സ്തോത്രം ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതഗണങ്ങൾ എന്ന പോലെ സ്തോത്രം
കുറെ ദൈവദാസന്മാർ എന്നെ പല ആവർത്തി കാണാൻ വരുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ പ്ലാൻ ഇട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു, എനിക്ക് നാളെ മരിക്കണം, ഇന്ന് വൈകുന്നേരം മരിക്കണം എന്ന്. ആ സമയത്തൊക്കെ ഈ ദൈവമക്കൾ എന്നെ കാണുകയും വരികയും പ്രാർത്ഥിക്കാൻ വരികയും എനിക്ക് വേണ്ടി ചില ഭക്ഷണങ്ങളൊക്കെ എനിക്ക് കൊണ്ട് തരുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, കർത്താവേ സ്തോത്രം, ദൈവം അതിൽ നിന്ന് മാറ്റുകയാണോ എന്നെ? സ്തോത്രം, ദൈവം അതിൽ നിന്ന് സ്തോത്രം എന്നെ സ്തോത്രം അതെ വേറെ ഒരു നിലയിൽ എന്നെ സ്തോത്രം ഭരിക്കാതിരിക്കാനായിട്ട് ദൈവത്തിന് ഇനി ഞാൻ പ്രയോജനപ്പെടുമോ? ഞാൻ നേരത്തെ സ്തോത്രം എൻ്റെ ആത്മാവിനോട് സംസാരിച്ചതുപോലെ കർത്താവിന്റെ വിലയിൽ തന്നെയും പിന്നെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ പിന്നെ ഞാനത് ആ ഒരു ദൗത്യത്തിൽ നിന്ന് ഒരു ചെറിയ ചുവട് പിന്നോട് ഞാൻ വച്ചു. സ്തോത്രം, വേണ്ട, മരിക്കണ്ട. സ്തോത്രം, ദൈവത്തിന് ചിലപ്പോൾ എന്തെങ്കിലും പദ്ധതി ഉണ്ടാവും. സ്തോത്രം, ഞാൻ പിന്നെയും ധനവാന്റെയും ലാസറിന്റെയും കാര്യമൊക്കെ എനിക്ക് പിന്നെയും ഓർമ്മ വന്നു. ഈ ധനവാനായ മനുഷ്യൻ ഈ ലോകത്ത് ഭയങ്കരമായ തുമർ വസ്ത്രവും പട്ടുവസ്ത്രവും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ശവടക്കൊക്കെ കിട്ടി. ഈ സ്തോത്രം ലാസർ ശരിക്കും ഒരു ശവടക്ക് പോലും കിട്ടാതെ ഗഹന്നം എന്ന് പറയുന്ന ഒരു താഴ്വയിൽ ഒരു ചത്ത പട്ടിയെ വലിച്ചെറിയുന്ന പോലെയൊക്കെ ഈ സ്തോത്രം വലിച്ചെറിയുകയാണ് ഉണ്ടായത്. ഇതൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. നരകത്തിന്റെ സ്തോത്ര അവസ്ഥയും അവിടെ കിടക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. സ്തോത്രം, അവിടെ അബ്രഹാം പിതാവിനോട് സ്തോത്രം ഈ ധനവാൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വളരെ സ്തോത്രം ദയനീയമായ നിലയിൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, അതുകൊണ്ട് സ്തോത്രം എൻ്റെ വീട്ടിൽ ചില സഹോദരങ്ങളുണ്ട്, ലാസറിനെ ഒന്ന് പറഞ്ഞയച്ച് സ്തോത്രം രക്ഷിക്കുവാനായിട്ട് ഒരു പദ്ധതി ഒരുക്കണമെന്ന് പറഞ്ഞപ്പോഴും അബ്രഹാം പിതാവ് അല്ല എങ്കിൽ ദൈവം സ്തോത്രം അവരൊക്കെ അവിടുന്ന് മോശയും പ്രവാചകന്മാരൊക്കെ ഉണ്ട്, നീ ചെയ്തത് നീ ഇന്ന് ഇവിടെ അനുഭവിക്കുന്നു. അപ്പോ സ്തോത്രം ഹല്ലേലൂയ, ലാസറിന്റെ വിരലിന്റെ അറ്റമെങ്കിലും മുക്കി എൻ്റെ അണ്ണാക്കനെ ഒന്ന് തണുപ്പിക്കണമേ എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോട് സ്തോത്രം അബ്രഹാം പിതാവിനോടൊക്കെ പറയുന്ന അനുഭവമൊക്കെ സ്തോത്രം എനിക്ക് മനസ്സിലായി. എനിക്കിങ്ങനെ പിന്നെയും ഞാൻ ആത്മഹത്യ ചെയ്ത കർത്താവെ, എനിക്കും ഇത് തന്നെയാണ് വഴിയെന്ന് കൃത്യമായ പഠിപ്പീര് നേതൃത്വത്തിലുണ്ട്. സ്തോത്രം, അതെനിക്ക് നന്നായി അറിയാം. സ്തോത്രം, മരിച്ചു കഴിഞ്ഞാൽ സ്തോത്രം നമ്മളെ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ സ്തോത്രം നമ്മൾ അഭിഷേകം പ്രാപിച്ചില്ല എങ്കിൽ നമ്മൾ വചനത്തിൽ സ്തോത്രം നിമഞ്ജന സ്നാനം എന്ന രൂപേണ വചനപരമായിട്ട് നമ്മൾ പഠിച്ച് നിന്നില്ല എങ്കിൽ സ്തോത്രം ഒരിക്കലും നമുക്ക് നിത്യത ഉണ്ടാകത്തില്ല. സ്തോത്രം ഇവിടെ പലതും പല പേരിലും ഒക്കെ നമുക്ക് പലതും ചെയ്യാമെങ്കിലും ഒരിക്കലും സ്തോത്രം നിത്യത നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് എനിക്ക് നന്നായിട്ട് പിന്നെയും ഞാൻ 10-35 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്. ചില വചനങ്ങളൊക്കെ സ്തോത്രത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമായിരുന്നു. ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കർത്താവെ, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? കർത്താവ് എനിക്ക് ആരുമില്ലല്ലോ കർത്താവെ, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? സ്തോത്രം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് വചനമൊക്കെ സ്തോത്രം ലാസറയ്ക്ക് കുലുങ്ങാത്ത ശിവൻ പർവ്വതം പോലെ നിൽക്കുന്നുവെങ്കിലും സ്തോത്രം ദാവീദ് ദൈവത്തിന്റെ ആത്മാവിലാണ് രചിക്കപ്പെട്ട് വച്ചിട്ടുണ്ട് എങ്കിലും അത് ഓരോരുത്തർക്ക് അനുഭവം വരുമ്പോഴേ അവന്റെ തീവ്രതയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം, പിന്നെ ഒരിക്കൽ ദേവദാസന്മാർ പിന്നെയും ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്ന മുറിക്കുള്ളിൽ സ്തോത്രം ദേവദാസന്മാർ വന്ന് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം സ്തോത്രം ഡേവിഡ് കർത്താവിന്റെ ദാസൻ ഞങ്ങളോടൊപ്പം വരണം, ഞങ്ങളോടൊപ്പം താമസിക്കണം, നമുക്ക് നാളെ ഒരു സഭായോഗം ഉണ്ട്, അവിടെ കർത്താവിന്റെ ദാസൻ വചനം പറയണം, സാക്ഷ്യമൊക്കെ പറയണം. സ്തോത്രം സ്തോത്രം എനിക്കൊരു വലിയൊരു പ്രത്യാശ കിട്ടുന്നത് പോലെയൊക്കെ ഞാനിവിടെ പോകുമ്പോൾ കർത്താവ് എങ്ങനെയാണ് ഞാൻ ഒരുപക്ഷെ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റിതര പ്രാഥമികമായി എനിക്ക് ആരുണ്ട് സഹായിക്കാൻ, ഇങ്ങനെയൊക്കെ സ്തോത്രമുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. ക്രൈസ്തവെങ്കിലും അവരെല്ലാം കണ്ടറിഞ്ഞ് എനിക്ക് വേണ്ടി സ്തോത്രം പോയി സ്തോത്രം ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ സന്ദേശമൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ സ്തോത്രം എനിക്കൊരു കൂട്ടാളിയുടെ ആവശ്യം ഉണ്ടെന്ന് അവർക്ക് ബോധ്യമായി. അതിന്റെ പശ്ചാത്തലത്തിൽ സ്തോത്രം എനിക്കൊരു കൂട്ടാളിയെ എനിക്ക് അവർ ക്രമീകരിച്ചു. സ്തോത്രം ഇന്നെന്റെ സഹധർമ്മിണിയായി കേരളത്തിലെ 14 ജില്ലകളിലും ഞങ്ങൾ ചേർന്നാണ് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു തുടക്കമായിട്ടാണ് ദൈവം അവിടെ കൊണ്ടുപോയത്. തിരിച്ച് അവർ പറഞ്ഞു, സ്തോത്രം നിങ്ങളിങ്ങനെ സ്തോത്രമൊക്കെ തീരുമാനമെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ എല്ലാ നിലയിലും ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവദാസന്മാർ എന്നോട് പറഞ്ഞു തുറന്ന് സ്തോത്രം. ഏതാനും ചില മാസങ്ങൾക്ക് ശേഷം ഞാനൊരു സ്തോത്രം സ്ട്രേഞ്ചർ എന്ന് പറയുന്ന ഒരു 100 വാട്ട്സ് സ്തോത്രം പവറുള്ള ഒരു സിസ്റ്റം ഞാൻ സ്വന്തമാക്കാനിടയായി. അതുകൊണ്ട് ഞാൻ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ബസ്സുകളിലും സ്തോത്രം അതേ ട്രെയിനുകളിലൊക്കെ കയറിറങ്ങി നടന്നും ഒക്കെ അനേകം പേരോട് നരകമുണ്ട് സ്വർഗമുണ്ട് എന്നുള്ള നിലവാരത്തിലൊക്കെ സുവിശേഷ പ്രസംഗവും കവലപ്രസംഗവും ഒക്കെ നടത്തി പലരും ഞങ്ങളെ കളിയാക്കാറുണ്ട്. പലരും ഞങ്ങൾ പിച്ചക്കാരെന്ന് പറയാറുണ്ട്. കണ്ണ് കാണാത്തോണ്ട് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നൊക്കെ ഞങ്ങൾ ഒരുപാട്
ആക്രോശങ്ങളും കാര്യങ്ങളൊക്കെ സ്തോത്രം എന്നെ പറയാറുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഇതെല്ലാം സ്തോത്രം ക്രിസ്തു സഹിച്ച ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് പാലസ്തീന്റെ പച്ചമണ്ണിൽ ഉലകത്തിലെ 5 വൻകിരണമുള്ള എല്ലാ രാജ്യത്തിലുള്ള ഇപ്പോൾ എന്നെ പല രാജ്യങ്ങളിൽ നിന്നും പലരും ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം നിങ്ങൾക്ക് എനിക്ക് വേണ്ടി സ്തോത്രം അങ്ങനെ പരിഹാസ്യ വിഷയമായി കർത്താവ് ക്രൂശിലേറിയെങ്കിൽ ഞാൻ പിന്നെയും തീരുമാനിച്ച കർത്താവ് എന്റെ കണ്ണിന്റെ കാഴ്ച പോയാലും സ്തോത്രം ഹല്ലേലൂയ. എന്റെ ആത്മാവിനെ സ്തോത്രം ഹല്ലേലൂയ ഭയങ്കര വിലയുള്ളതാണ്, ഭയങ്കര മാന്യതയുള്ളതാണ് കർത്താവ്. അത് വളരെ പ്രശസ്തമാണ്, അത് വിലമതിക്കുവാൻ കഴിയാത്തതാണ്. പൗലോസ് പറഞ്ഞത്, പത്രോസ് പറഞ്ഞതുപോലെ എന്റെ ശരീരം ഇങ്ങനെ അവൻ ക്ഷയിച്ച് ഞാൻ ദേഹസൈലോ പറഞ്ഞതുപോലെ ദേഹസകനായി സ്തോത്രം ക്ഷയിച്ചു പോയാലും എന്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന കാലം വരെയും ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ വ്യക്തിയെ കുറിച്ച് പറയുക തന്നെ ചെയ്യും എന്ന് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞാനിങ്ങനെ വളരെ സ്തോത്രം ദൈവത്തിന് ആശ്രയിച്ച് ഞാനും എന്റെ സഹധർമ്മിണിയും സ്തോത്രം ചേർന്ന് ഇങ്ങനെ പറയും. ചിലരൊക്കെ രക്ഷിക്കപ്പെടാറുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന സൂക്ഷിത പ്രതി വായിച്ച് സ്തോത്രം നല്ലൊരു പലരും ഞങ്ങൾ പിന്നെ തെളിവിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര വെല്ലുവിളിയായി കർത്താവായ ദൈവം വളരെ സ്റ്റാൻഡേർഡായിട്ട് വളരെ നല്ല നിലയിൽ സ്തോത്രം യേശുവിനെ പറയുക, കർത്താവ് എനിക്ക് നല്ല ശബ്ദ സംവിധാനം വേണം, എനിക്കൊരു വാഹനം വേണം. ഞാൻ മുമ്പേ കാഴ്ചയുള്ളപ്പോൾ ഏകദേശം 8 വാഹനം എനിക്കുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ഭവനം ഉണ്ടായിരുന്നു. സ്തോത്രം പാലക്കാട് ഞാൻ കുറെ കാലം താമസിച്ചിരുന്നു. സ്തോത്രം എന്റെ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ ഞാനത് ഡിസ്പോസ് ചെയ്തതാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതിൽ നിന്ന് കുറച്ച് പണമൊക്കെ സ്തോത്രം ഹല്ലേലൂയ ഒരല്പ പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സ്തോത്രം ഹല്ലേലൂയ ചികിത്സക്കായിട്ടൊക്കെ. സ്തോത്രം ഇതെല്ലാം ഈ ദർശനമൊക്കെ കണ്ടതിന് ശേഷം ഹല്ലേലൂയ ഞാൻ സ്തോത്രം അങ്ങനെ എനിക്കൊരു സ്തോത്രം നല്ല നിലയിൽ ഇച്ചിരുടെ ശബ്ദ സംവിധാനത്തിൽ എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പഴയ ചില സുഹൃത്തുക്കൾ സ്തോത്രം എനിക്കുണ്ടായിരുന്നു. അവര് സ്തോത്രം ചില ഉദ്യോഗസ്ഥന്മാരാണ്, സെക്രട്ടറിയേറ്റ് മറ്റൊക്കെ ജോലി ചെയ്യുന്നവരാണ്, രാഷ്ട്രീയ വൃന്ദങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ സ്തോത്രം ഡേവിഡ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു സ്തോത്രം എന്നോട് അവരോടൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് സുവിശേഷ വേല അല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ എനിക്ക് അറിയത്തുള്ളൂ. സ്തോത്രം അങ്ങനെയാണെങ്കിൽ സ്തോത്രം സുവിശേഷ ചെയ്യുവാനുള്ള എനിക്ക് സുവിശേഷ വേല ചെയ്യാനുള്ള ഒരു പെർമിഷൻ, ഒരു പോലീസ് പെർമിഷൻ എനിക്ക് ഫലപ്പെടുത്തി തരണമെന്ന് പറയും. വളരെ എന്റെ കണ്ണിന്റെ കാഴ്ച പരിമിതിയെ സ്തോത്രം ഇല്ലായ്മയും കണ്ണിന്റെ കാഴ്ച 100% ഇല്ലാത്ത അത് കണക്കിലെടുത്തുകൊണ്ട് അവരെനിക്ക് സെക്രട്ടേറിയറ്റ്, അതായത് സ്തോത്രം കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് രഹസ്യ വിഭാഗം ഇസ്നൈൻ എന്ന സ്തോത്രം സെക്ഷനിലോട്ട് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവിടെ പോലീസ് മേധാവി ഉണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു സ്തോത്രം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ അനുച്ഛേദം 24 മുതൽ 25 മുതലുള്ള അനുച്ഛേദം പറഞ്ഞത് ഏതൊരാൾക്കും സ്തോത്രം സുവിശേഷം സംബന്ധിച്ച് സുവിശേഷം പറയാനുള്ള അനുമതി നമുക്കുണ്ട് എന്നുള്ള കാര്യമൊക്കെ കണക്കിലെടുത്ത് സ്തോത്രം സ്തോത്രം ഒരു S9 എന്ന് പറയുന്ന സെക്ഷന്റെ താഴെ തന്നെ കളക്ടറിന്റെ താഴെ ഒരു സ്തോത്രം ഒരു അക്ഷയ എന്ന് പറഞ്ഞൊരു കേന്ദ്രമുണ്ട്. അവിടെ 10 രൂപ നമ്മൾ ചെല്ലാനടയ്ക്കുമ്പോൾ ഒരു ഫോം തരും. ആ ഫോം അല്പമായി ഫില്ല് ചെയ്ത് ഞാൻ പോലീസ് മേധാവിയുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് പോലീസ് പ്രൊമോഷൻ തരാൻ കഴിയത്തില്ല. നിങ്ങളെ അറിയുന്ന പോലീസ് സ്റ്റേഷൻ, നിങ്ങളുടെ സ്ഥലം പോലീസ് സ്റ്റേഷനിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ നിങ്ങളുടെ ഒരു സാക്ഷ്യപത്രം വാങ്ങി വരണം. നിങ്ങൾ ഈ സുവിശേഷ പ്രവർത്തനം, അതായത് ലഹരി വിരുദ്ധ സുവിശേഷ പ്രഭാഷണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങളൊരു സാക്ഷ്യപത്രം വാങ്ങി വന്നാൽ നിങ്ങൾക്ക് ഇതിലേക്ക്. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങനെ കൊടുക്കാൻ വലിയ പാടാ. പക്ഷെ എന്നാൽ എന്നെ സ്നേഹിക്കുന്ന സ്തോത്രം അതെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ വില്ലേജ് ഓഫീസറാണ് സ്തോത്രം ഹല്ലേലൂയ എനിക്ക് സുഹൃത്തായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഞാൻ അത് മടങ്ങനെ എന്റെ തോൾ തട്ടിട്ട് സ്തോത്രാകത്തെ എന്നോട് വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ രഹസ്യമായിട്ട് സ്തോത്രം നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അതേ സുവിശേഷം അടങ്ങുന്ന ഈ പുസ്തകം ഇന്ന് രാവിലെ വായിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് സ്തോത്രം ഡേവിഡ് സാർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഉടനെ ക്ലർക്കിനെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നതിൽ ഒന്നും കുറയ്ക്കാതെ അദ്ദേഹം നല്ലൊരു സാക്ഷ്യപത്രം തയ്യാറാക്കി കൊടുക്കുമെന്ന് എന്നോട് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂറോളം എനിക്കൊരു സാക്ഷ്യപത്രം തയ്യാറാക്കി ഞാനത് കളക്ടറേറ്റിൽ കൊണ്ട് സമർപ്പിച്ചു. ഉടനെ തന്നെ എനിക്ക് ചില തടസ്സങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും സ്തോത്രം എനിക്ക് വേറെ വഴിയൊന്നുമില്ല സാറേ, എനിക്കിത് ലഭിക്കുമ്പോൾ മാത്രമാണ് സ്തോത്രം എൻ്റെ ജീവിതത്തിൽ സന്തോഷം. പിന്നെ സന്നദ്ധ സംഘടനക്കാർ എന്തെങ്കിലും തരുമ്പോൾ മാത്രമാണ് ലഹരി വിരുദ്ധമൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ള ജീവിതമാണ് എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ആജീവനാണ് പ്രൈസ് ദി ലോർഡ് എനിക്കൊരു പോലീസ് റിപ്പോർട്ട്, മൈക്ക് പെർമിഷൻ റിപ്പോർട്ട് എനിക്ക് കേരളത്തിൽ ഇന്ത്യക്ക് ചില വർഷങ്ങൾക്ക് മുമ്പേ ലഭിക്കപ്പെടുവാൻ ഇടയായി. സ്തോത്രം ഹല്ലേലൂയ.
ഒത്തിരി സന്തോഷവും ഒക്കെ ദൈവത്തോടെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സ്തോത്രം, ഹല്ലേലൂയ. കണ്ണുനീര് മറയടക്കാത്തത് ഇന്നും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നമ്മുടെ ദൈവ രാജാക്കന്മാരുടെ മനസ്സുകളെ നീർച്ചാലുകളെ പോലെ മാറ്റുവാൻ കഴിവുള്ള കർത്താവാണ് കേട്ടോ. ഞാൻ ഈ ജോയ്സ് ടി വിയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്തോത്രം, ഹല്ലേലൂയ, ഒരു സാക്ഷ്യ പശ്ചാത്തലം ഞാൻ കേൾക്കാം. ഞാൻ ഞെട്ടിപ്പോയി കേട്ടിട്ട്. ഒരു ദൈവദാസനെ വിട്ടുവാൻ വന്ന പിശാച് പിടിച്ച ഒരു സ്ത്രീ താൻ, ഹല്ലേലൂയ, ഭീരുവായി പിന്നോട്ടോടാതെ കറക്റ്റായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ശക്തി ആർജിക്കുന്നതിന്റെ പേരിൽ അവിടെയും ഒരു അത്ഭുതം, ഹല്ലേലൂയ, ഈ ജോയ്സ് ചാനൽ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുന്നു. പിശാച് സ്തോത്രം, ഹല്ലേലൂയ, ബാധിച്ച ആ പെൺകുട്ടി കർത്താവിന്റെ ദാസനെ മൂർച്ചയുള്ള സ്തോത്രം കർത്താവെടുത്ത് വെട്ടുകത്തിച്ച് വെട്ടുമ്പോൾ കഴുത്തിന്റെ അടുത്ത് വന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ എന്ന കണക്കെ കുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചു. കൊലപാതകം അവിടെ സ്റ്റോപ്പാനിടയായി. ദൈവദാസന്റെ സാക്ഷി ഞാൻ കേട്ടത്. എന്ന് പറഞ്ഞതുപോലെ എനിക്ക് സംസ്ഥാനത്ത് ഉടനീളം ലഹരി വിരുദ്ധ ദൂഷണം പറയുവാനായിട്ട് എനിക്കൊരു അവസരം, എനിക്കൊരു റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ട് സ്തോത്രം ലഭിക്കപ്പെടുവാൻ ഇടയായി. അത് സംസ്ഥാനത്തുടനീളം ജില്ലകൾ മാറി പോകുമ്പോൾ പോലീസുകാരോട് വിളിച്ചു പറയുമ്പോൾ നമുക്ക് ന്യായമായ നിലയിൽ സ്പർദ്ധയില്ലാത്ത സൂക്ഷണം പറയുമ്പോൾ അവരെനിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഒക്കെ തരാറുണ്ട്. അങ്ങനെയാണ് സ്തോത്രം ഞാൻ ഇന്നും ചെയ്യുന്നത്. അതിന്റെ പുറകെ എനിക്കൊരു വാഹനത്തിനായി ഞാൻ കരഞ്ഞു. എൻ്റെ അല്പ കാശ് ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടായിരുന്നു. അതുമൊക്കെ ഞാൻ അടച്ച് കുറച്ച് EMI ഒക്കെ ഇട്ട് ഒരു 15,000 സ്തോത്രം വാട്സ് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ ഒരു വാഹനവും എനിക്ക് സ്വന്തമാക്കുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥനയും ചില ദൈവമക്കൾ എനിക്ക് ദാനമായി തന്നതും കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്ന ദൈവമക്കളൊക്കെ സഹായിച്ച് എനിക്കൊരു 15,000 വാട്സ് സിസ്റ്റവും ഒരു വാഹനവും ദൈവം തന്നു. പ്രൈസ്. അതിലൂടെ സ്തോത്രം നിങ്ങളോട് ഈ സാക്ഷ്യം പറയുമ്പോഴൊക്കെയും സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ആഗ്രഹവും എൻ്റെ ആവശ്യമൊക്കെ യേശുവച്ച് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പലയിടങ്ങളിലും ഞാൻ വാത്സല്യ ഈ സ്തോത്രം ജോയ്സ് ചാനലിന്റെ അമ്മാമയ്ക്ക് തന്നെ എൻ്റെ പ്രോഗ്രാമൊക്കെ ഞാൻ സ്തോത്രം വീഡിയോ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്തോത്രം അനേകം പേര് രക്ഷിക്കപ്പെടുന്നതും കർത്താവിന് സ്വീകരിക്കുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അവരൊക്കെ സ്തോത്രം അമ്മാമയ്ക്ക് ഒത്തിരി സന്തോഷമൊക്കെ വന്നതുകൊണ്ടാണ് എന്നെ ഈ ചാനലിലൊക്കെ വളരെ ഗൗരവമായിട്ടൊക്കെ സാക്ഷ്യം പറയാൻ വിളിച്ചതെനിക്ക് ഞാൻ അധികമായി ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലയിലൊക്കെയാണ് ഞാനിപ്പോൾ സ്തോത്രം വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ സ്തോത്രം ഞാൻ ആയിരിക്കുന്ന ഈ ഭവനം എൻ്റെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു സ്നേഹിതൻ ഡോക്ടർ സാമാണ്. കർത്താവിന്റെ ദാസൻ ആഫ്രിക്കയിൽ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ദാസൻ സ്തോത്രം നിങ്ങളെ കേൾക്കുന്ന പോലെ എൻ്റെ സ്തോത്ര ഈ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് സുവിശേഷ വേലയ്ക്കായിട്ട് ഏകദേശം ഒരു 6 വർഷത്തോളം എനിക്ക് തുറന്നു വരുവാനിടയായി. ഒരു പൈസയും വാടക ഞാൻ ഇന്നുവരെയും കൊടുത്തിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് കർത്താവിന്റെ ദാസന്റെ ജോലി അവിടെ ഫിനിഷ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് താൻ ഇവിടെ താമസിക്കാൻ വരണം. എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ തന്നെ പറഞ്ഞു, കർത്താവിന്റെ ദാസനെ ഇത്രത്തോളം ദൈവവേലയ്ക്ക് വേണ്ടി സംസ്ഥാനത്തുടനീളമൊക്കെ ഈ വീട് തുറന്നു വന്ന് നിങ്ങൾ സ്തോത്രം എന്നെ ഭൂമിയിൽ എനിക്ക് സ്ഥലമില്ലാത്തതും വീടില്ലാത്തതൊക്കെ കർത്താവദാസൻ മനസ്സിലാക്കി എനിക്ക് തന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് മാറാം എന്നുള്ള നിലയിലാണ് ഇപ്പൊ എൻ്റെ വെല്ലുവിളി. പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഇതേപോലെ സുവിശേഷ വേല ചെയ്യുവാനായിട്ട് ഭവനം സ്തോത്രം ഏതെങ്കിലും ദൈവമക്കൾ തുറന്നു തരികയാണെങ്കിൽ അധികമായിട്ട് തിരുക്കോണം ഞങ്ങൾ മിക്കവാറും ഒക്കെ ചെയ്യുന്നത് ആരും ചെയ്യാൻ പറ്റാത്ത സ്തോത്രം ട്രൈബൽ ഏരിയ കോളനി ബേസ് ചെയ്ത് സ്തോത്രം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവാത്മാവ് ഞങ്ങൾ അയച്ച് ദൈവമക്കൾ ഞങ്ങൾ അയച്ചൊക്കെയാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾക്ക് സ്തോത്രം എവിടെയെങ്കിലും നിന്ന് ഞങ്ങൾക്ക് വാഹനമൊക്കെ ഉണ്ട്. സ്തോത്രം അങ്ങനെ ദൈവപ്രകാരം നല്ലൊരു ചുറ്റുപാടുള്ള സ്തോത്രം ദൈവം അത് ക്രമീകരിച്ചു തരാമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഞങ്ങൾ ഈ പോകുന്ന ഗ്രാമങ്ങളിലൊക്കെ സ്തോത്രം ഞങ്ങൾ തൽക്കാലം കറണ്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത് ഇടയ്ക്ക് കറണ്ട് പോകാറുണ്ട്. ഞങ്ങളുടെ സിസ്റ്റം ഒക്കെ പ്രവർത്തിക്കാൻ പറ്റാത്ത വല്ലാത്ത വെല്ലുവിളിയിലാണ്. സ്തോത്രം ചിലപ്പോൾ പ്രോഗ്രാം നടക്കാതെയൊക്കെ വരുന്നുണ്ട്. നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കാറ്റിനാലും ഈ വനമേഘങ്ങളിലൊക്കെ പോകുമ്പോൾ ലൈൻ കമ്പിയിലൊക്കെ മരമൊക്കെ ഒടിഞ്ഞു വീണിട്ട് പിന്നെ ആ കറണ്ട് അവിടെ നിശ്ചലമാകും. അപ്പൊ അതിന്റെയൊക്കെ പേര് ഞങ്ങൾക്ക് നല്ലൊരു ജനറേറ്റർ ആവശ്യമാണ്. ദൈവമൊക്കെ ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ സ്തോത്രം മിശ്രബല നിക്ഷേപത ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് പുഴുവും തുരുമ്പും കള്ളന്മാർ തുരന്നും മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ അല്ലെങ്കിൽ വലിയ നിക്ഷേപം സ്വരൂപിച്ചുകൊണ്ട് അപ്പൊ അന്ന് സ്തോത്രം ദൈവമായ കർത്താവ് അന്നൊക്കെയുള്ള ദോഷം മതി എന്നുള്ള നിലയിൽ സ്തോത്രം മറ്റൊന്നും വലുതായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം ദൈവമായ കർത്താവ് ഓരോ ദിവസവും മറ്റാരെയും ഭാരപ്പെടുത്താതെ സുവിശേഷ വേലയിൽ സ്തോത്രം മികച്ച നിലയിൽ കർത്താവിന്റെ ഇതനുസരിച്ച് നടത്തണം. അനേകം പേരെ കർത്താവ് കൊണ്ടുവരണം. സഭയിൽ ഉടനീളം സ്തോത്രം സഭയുടെയൊക്കെ അനേക ആത്മാക്കളെ കൂട്ടിക്കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിലൊക്കെ ഉള്ളത്.
അതിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രോഗ്രാം പരസ്യയോഗമായാലും മുറ്റത്ത് കൺവെൻഷൻ ആയാലും ഒക്കെ ഞങ്ങൾ നടത്തപ്പെടുമ്പോൾ സ്തോത്രം, ഞങ്ങൾക്ക് സ്തോത്രം ഈ ഇലക്ട്രിസിറ്റിയുടെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായി സ്തോത്രം ഞങ്ങൾക്ക് നല്ലൊരു ജനറേറ്റർ വന്നു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം ഇനി സഹായവരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആമേ സ്തോത്രം ഹല്ലേലൂയ ഈ ദൈവരാജനെ കിട്ടുകൊണ്ടിരിക്കും വേണ്ടി നമുക്ക് ഞങ്ങൾക്കൊരു സ്തോത്രം അതെ സ്തോത്രം ഒരു ജനറേറ്റർ വാങ്ങിത്തരാനായിട്ട് പറ്റാവുന്നതാണ്. നല്ലൊരു അവസരമാണ്. സ്തോത്രം ദൈവം അനുവദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയും സ്തോത്രം ഹല്ലേലൂയ അതിനായിട്ട് കഴിവുള്ള പ്രവർത്തിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ പോകാത്ത സ്ഥാനത്ത് ഒരുപക്ഷെ നിങ്ങൾ ജോലിയിലൊക്കെ ആയിരിക്കാം. ഹല്ലേലൂയ നിങ്ങൾക്ക് പകരമായി ഞങ്ങൾ പോയി അത് ചെയ്യും. ഞങ്ങളോടൊപ്പം ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ദാസിയുണ്ട്, ഒരു ദൈവത്തിന്റെ ദാസനുണ്ട്. സ്തോത്രം എന്റെ സഹോദരനുണ്ട്. പിന്നെ സ്തോത്രം ആഗ്രഹിച്ചു കൂടെ എന്നൊക്കെ ചേർത്തിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. സ്തോത്രം ഹല്ലേലൂയ നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് സമാനമായി ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ജോയ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ലോകത്തിലെമ്പാടുമുള്ള ആമേ സ്തോത്രം ഇതര ഭാഷക്കാരുണ്ട്. ഒരുപക്ഷെ മലയാളം അറിയാത്തവരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും മലയാളികളില്ലാത്ത രാജ്യങ്ങളില്ല, തുറകളില്ല എനിക്ക് നന്നായി അറിയാം. നിങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങളുടെ സ്തോത്രം ഹല്ലേലൂയ വളരെ സാക്ഷ്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവമായ കർത്താവ് നിങ്ങളൊക്കെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രങ്ങളുടെ കുടുംബങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ നിത്യത്തിലൊക്കെ കാണപ്പെടുന്ന ഒത്തിരി ആഗ്രഹിക്കുന്നു. നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അകമഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസറോ സ്തോത്രം ഏതാനും ചില മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ഈ ഭവനം വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസറോ ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന വഴി ആമേ സ്തോത്രം ദൈവത്തിന്റെ നാമത്തിനായി തീരപ്പെടണം. അതുപോയിട്ട് ഞങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യപരമൊക്കെ ദൈവം തരണം, ദൈവം നടത്തണം. ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ആമേ സ്തോത്രം വളരെ സ്തോത്രം നല്ല നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളൊരൊറ്റ ആഗ്രഹമൊക്കെ ഉള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ഇനിയും ഞാനൊരു കാര്യം എൻ്റെ ദൈവമക്കളോട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുവിശ്വാസികളോട് ഞാൻ പറയാം. ഒരിക്കലും എനിക്ക് കാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രയർ റിക്വസ്റ്റ് ഒന്നും ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയാൻ ഒരിക്കലും എനിക്ക് ഭയങ്കര എനിക്ക് കാഴ്ചയുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുത്താണ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോൾ വീടില്ലാത്തവർക്ക് മാസം കിട്ടുന്ന പൈസ കുറച്ച് ദിനാറ് ഞാൻ എൻ്റെ ദൈവസനെ കൊണ്ട് കൊടുക്കാറുണ്ട്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുവാനായിട്ടൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യും. കണ്ണിന്റെ കാഴ്ച ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രാർത്ഥന റിക്വസ്റ്റ് എന്നെ ശ്രദ്ധിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ ദൈവഭക്തരായ ദൈവമക്കളോടൊക്കെ ഞാൻ പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ. അല്ലെങ്കിൽ സ്തോത്രം ഇതും ഞാൻ വളരെ സ്തോത്രം വളരെ ഞെരുക്കത്തിലാണ് ഞാൻ പറയുന്നത്. ഏത് കൺസെപ്റ്റ് നിങ്ങൾ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. ഇതൊരു പ്രയർ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവ് നിങ്ങളൊക്കെ അനുഗ്രഹിക്കട്ടെ. കാഴ്ച ഒരിക്കലും ഞാൻ ഈ കാര്യം ഞാൻ പറയത്തില്ല. ദൈവമായ കർത്താവ് എനിക്ക് അതുപോലെ തന്നെ സ്തോത്രം ഹല്ലേലൂയ വളരെ വെല്ലുവിളിയോടെ സ്തോത്രം ഹല്ലേലൂയ ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് അതെ പ്രാർത്ഥന റിക്വസ്റ്റ് അതെ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതല്ല നിങ്ങളുടെ ഒരു പ്രോഗ്രാം സ്തോത്രം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ സഭയുടെ അണ്ടറിൽ ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് അത് നടത്തണം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം നിങ്ങളുടെ ഒരു കൂട്ടായ്മകൾക്ക് ആവശ്യമെന്ന് സ്തോത്രം വളരെ സ്തോത്രം ആരെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിശ്ചയമായിട്ടും ഞങ്ങളത് അറിയിക്കാൻ മറന്നുപോയിട്ട് പ്രാർത്ഥന വിഷയം സ്തോത്രം അല്ലെങ്കിൽ ഇത് വളരെ ദേശത്തിന്റെ വിടുതലും അതുപോലെ തന്നെ കുടുംബങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളതൊക്കെ വിടുതലും ആശ്വാസമായി തീരുമെന്ന് ഞാനിങ്ങനെ സ്തോത്രം എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ നമുക്ക് പലരും ഒക്കെ പ്രാർത്ഥന റിക്വസ്റ്റ് ഞങ്ങൾ വിളിക്കാറുണ്ട്. അവർക്കൊക്കെ ചില വിടുതലൊക്കെ ലഭിച്ചാൽ ഞങ്ങൾ വിളിച്ച് പറയാറുണ്ട്. എല്ലാം ദൈവത്തിന് മുഖത്തും നമ്മുടെ ആരുടെയും കഴിവ് കൊടുക്കുമല്ല. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മാത്രം മുഖത്തപ്പെടുവാനായിട്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ റിക്വസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഞങ്ങൾ ഇതിനോടൊപ്പം ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ പറയുകയാണ്. 628266 സ്തോത്രം 1256 എന്നുള്ള സ്തോത്രം നമ്പറാണ് അത്. സ്തോത്രം 6282661256 എന്നുള്ള നമ്പറാണ് എൻ്റെ പേഴ്സണൽ നമ്പർ. ഇതിൽ നിങ്ങളൊന്ന് വിളിക്കുകയാണ്. നിശ്ചയമായിട്ടും സ്തോത്രം നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റും സ്തോത്രം അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് പ്രോഗ്രാം നാട്ടിലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സ്തോത്രം ഞാൻ പറഞ്ഞല്ലോ ഒരു മൈക്ക് ഫോർമേഷനോ ഒന്നും വേണ്ട. ലഹരി വിരുദ്ധ സന്ദേശമാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ സ്തോത്രം എക്സൈസ് വകുപ്പിന്റെ താഴെ വിമുക്തി ലഹരി വർജന മിഷൻ എന്ന് പറയുന്ന ഒരു കർമ്മ പദ്ധതി സർക്കാരിന്റെ ഒരു കർമ്മ പദ്ധതി 2016 സ്തോത്രം നവംബർ മാസം 20-ാം തീയതി ആണ് ഇതിന്റെ ഗവേണിംഗ് ബോഡി സ്തോത്രം നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ സ്തോത്രം അവരുടെ ചുമതലയിലൊക്കെ ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. അത് എൻ്റെ ഈ ലഹരി വിരുദ്ധ സന്ദേശം അവർ കേട്ട് അങ്ങനെ എക്സൈസ് വകുപ്പിന്റെ കീഴിലും ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. സ്കൂളുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ചൊക്കെ അവരുടെയും റിപ്പോർട്ട് എനിക്കുണ്ട്. അങ്ങനെ ലഹരി വിരുദ്ധ സുവിശേഷ സനാതന സ്തോത്രം സുവിശേഷ സന്ദേശമാണ് സ്തോത്രം ഞങ്ങൾ നാടൊട്ടാകെ കേരളത്തിൽ 14 ജില്ലകളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നടത്തുന്നത്. അങ്ങനെയൊക്കെ
ആഗ്രഹം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഞങ്ങളെ പരിചയപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് നിന്ന് കർത്താവിൽ വരോളം ഈ അടുത്ത നാളുകളിൽ സ്തോത്രം വളരെ സ്തോത്ര സങ്കീർണജനകമായ ആശങ്കാജനകമായ അനുഭവങ്ങളാണ് കേരളത്തിലല്ല ലോകത്തിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, സ്തോത്രം ആത്മഹത്യകൾ, ലഹരിക്കടിമയായിക്കൂട്ട് മനുഷ്യൻ ഹല്ലേലൂയ മനുഷ്യനെ തന്നെ കൊല്ലുന്നു. ഒരു കോഴിയെ കൊല്ലുന്ന ലാഘവത്തിൽ മനുഷ്യൻ കുരുതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാം നടുവിൽ യേശുക്രിസ്തുവിലല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്ന് നമുക്ക് ചേർന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണമെന്നുള്ള വളരെ സ്തോത്രം ഹല്ലേലൂയ താഴ്മയോടുള്ള സ്നേഹത്തോടുള്ള ക്രിസ്തുവിൽ എന്ന സന്ദേശത്തൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സാക്ഷ്യം ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു. എന്നെ കേട്ടാൽ ചുമതലപ്പെടുത്തിയ കർത്താവിന്റെ ദാസിയോടും പാസ്റ്ററോടും എന്നെ ഇതുവരെയും കേട്ട എൻ്റെ കൂട്ടിൽ വിശ്വാസ ദൈവമക്കളോടും മാനേരും ബഹുമാരും എല്ലാ ശ്രോതാക്കളോടും പ്രേക്ഷകരോടൊക്കെ ക്രിസ്തുവേശുവിന്റെ സ്നേഹം പറഞ്ഞ സ്തോത്രം അല്ലെങ്കിൽ സന്തോഷം ഞാൻ പങ്കുവച്ചിട്ട് നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആമേൻ ആമേൻ. ഓക്കെ പാസ്റ്ററെ, താങ്ക് യു പാസ്റ്റർ. നരകത്തിൻ്റെതായ അനുഭവം ദൈവദാസൻ കാണുവാനിടയായി തീർന്നല്ലോ. അപ്പം യേശു ക്രിസ്തുവിനെ അറിയാതെ സ്വർഗവും നരകവും ഉണ്ട്. ദൈവത്തിൻ്റെ വചനം ബൈബിൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ പലരും തന്നെ നരകം കണ്ടതായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് ടെസ്റ്റ് മണിയിലൂടെ ഒക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ അത് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളതെന്നുള്ള ഒരു സന്ദേശം പ്രിയ ദൈവത്തിൻ്റെ ദാസന് എന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അത് മറ്റുള്ളവരോട് ഈ ഒരു രീതിയിൽ പ്രസ്താവിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. അനേകർ കർത്താവിലേക്ക് കടന്നു വരുവാൻ, വലിയ നരകത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക്, നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിൻ്റെ ദാസൻ്റെ പ്രവർത്തനങ്ങൾ മൂലം ദൈവം ഇടയാക്കട്ടെ. കർത്താവ് പിന്നെയും ദൈവദാസനെ ഉപയോഗിക്കട്ടെ. ദൈവദാസൻ്റെ ആവശ്യങ്ങളൊക്കെ ദൈവം തക്ക സമയത്ത് നടത്തി തരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ അവിടുത്തെ സൃഷ്ടികളിലെ ശ്രേഷ്ഠകരമായ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. ഈ ഞായറാഴ്ച രാത്രിക്കായി ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് ലോകത്തിന്റെ 5 വൻകരയിലുള്ള കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമക്കൾ കർത്താവെ ഒരുമിച്ച് കൂടി കർത്താവേ സ്തോത്രം ഈ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ കർത്താവേ സ്തോത്രം ഞങ്ങൾക്ക് ചില സാക്ഷികൾ കേൾക്കുവാൻ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ തന്ന പകത്തിനായി സ്തോത്രം. ഇതിന് മുഖാന്തരം ഒരുക്കി തന്ന കർത്താവേ സ്തോത്രം ദൈവമേ ഹല്ലേലൂയ. ജോയിസ് ചാനലിലെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ദാസിനെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ അയ്യനോടൊപ്പം കർത്താവ് ഈ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഐക്യദാർഢ്യം കാണിച്ച് കർത്താവ് ഈ സാക്ഷ്യം കേട്ട് കർത്താവ് അനേകം ശക്തിപ്പെടുകയും ബലപ്പെടുകയും വിശ്വാസം വർദ്ധിക്കുകയും ഹല്ലേലൂയ ദൈവമായ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭാരമുള്ളവരുണ്ട്, കർത്താവ് രോഗികളായിട്ട് കർത്താവ് അടിയങ്ങളെ കേട്ടവരുണ്ട്. കർത്താവ് ഈ സ്തോത്രം ഹല്ലേലൂയ കുടുംബ പ്രശ്നം പോലെ തകർച്ചകളൊക്കെ ആയിരിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ കർത്താവ് നാളെയുടെ ഫ്യൂച്ചർ ലൈഫിനെ കാത്തിരിക്കുന്നവരുണ്ട്. അവനരുണ്ട് കർത്താവ് സുവിശേഷ വേലയിൽ ഭാരത്തോടെ വഴി അടഞ്ഞു നിൽക്കുന്നവരുണ്ട്. കർത്താവെ സുവിശേഷത്തിന്റെ വേലയുടെ ടോർച്ചറും അതുപോലെ തന്നെ കർത്താവ് ഈ സ്തോത്രം വളരെ കർത്താവ് സുവിശേഷ വിരോധികളാണുള്ള നമ്മെ പീഡനം സഹിക്കുന്ന പലരുമുണ്ട്. കർത്താവ് ഈ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങളുടെ ഭാരതത്തെയും ഞങ്ങളുടെ അയൽരാജ്യങ്ങളെയും ലോകത്തിലെ 260 രാജ്യങ്ങളെയും ഇതിനകത്ത് ബലമുള്ള കാര്യങ്ങളിലേക്ക് തരുന്ന കർത്താവെ ആരും നശിച്ചു പോകരുതേ. കർത്താവെ ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം ഹല്ലേലൂയ. ലോകത്തിന്റെ ലോകമോ അതിനെ മോഹങ്ങളോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒന്നും കർത്താവ് സ്തോത്രം ഹല്ലേലൂയ രാത്രി ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നില്ല. ഞങ്ങൾ രാത്രി കേട്ടതുപോലെ ഒരു നരകമുണ്ടല്ലോ പെട്ട ഒരു സ്വർഗമുണ്ടല്ലോ കർത്താവ് സ്തോത്രം. മനുഷ്യന്റെ കർമ്മ പദ്ധതികൾക്കോ മനുഷ്യന്റെ കർത്താവ് നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ യാതൊരു വിധത്തിലുള്ള ക്രിയകൾക്കോ ഒരു മനുഷ്യന്റെ ആത്മാവിനെ സ്വർഗത്തിൽ ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് കർത്താവ് സ്തോത്രം. പിന്നെ ഞങ്ങൾ കേട്ടതുപോലെ ലൂക്കോസിന്റെ സൂചന 16-ാമത്തെ അധ്യായത്തിൽ ധനവാന്റെ ആമേൻ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ നടന്ന ചരിത്രത്തെ കുറിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയാണ് കേട്ടുള്ളൂ കർത്താവെ. എന്നാൽ സാധുവായ ആമേൻ കർത്താവ് ലാസറിന്റെ ആമേൻ കർത്താവെ സ്തോത്രം അവസ്ഥകൾക്കെല്ലാം കർത്താവെ തനിക്ക് മരണാനന്തര ജീവിതത്തിന് ശേഷം കർത്താവെ സ്തോത്രത്തിന്റെ നിത്യതയിലേക്ക് കടന്നു പോവുകയും അബ്രഹാമിനെ മടിത്താൻ സന്തോഷിക്കുകയും കർത്താവെ സ്തോത്രം മൃഗങ്ങളുടെ ആരാധിക്കുകയും ചെയ്യുന്ന അനുഭവം കർത്താവെ ഞങ്ങൾ കാണുകയുണ്ടല്ലോ. കർത്താവെ
അതുകൊണ്ട് ലോകം ഞങ്ങൾക്ക് കർത്താവ് എന്നെല്ലാം തന്നാലും കർത്താവ് സ്തോത്രം അല്ലേ അങ്ങേ വിട്ട് പിരിഞ്ഞു പോകുവാൻ ഇടയാകാതെ മരണപര്യന്തങ്ങൾ വിശ്വസരായി തീർന്നുകൊണ്ട് കർത്താവെ വിശുദ്ധ ജീവിതം ഭക്തിവചനത്തിലും വിശ്വാസത്തിലും കർത്താവെ ഒരാളി ഉറച്ച് കർത്താവെ നിൽക്കപ്പെടുന്ന ഇടയാക്കണമേ. ജയിക്കുന്നവന് ഞാൻ അവകാശമായി കൊടുക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നു കർത്താവെ. ജയിക്കുന്നവന് കർത്താവെ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരു പിതാവും അവൻ എനിക്ക് സ്തോത്രം ഹല്ലേലൂയ ജനവുമായിരിക്കും ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ കർത്താവേ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിത്യമായ ആമേ സ്തോത്രം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഞങ്ങളെ തന്നെ കളങ്കമറ്റാനന്ദത്തോടെ നിഷ്കളങ്കരും നിരപവാദികളും കർത്താവേ നിങ്ങളുടെ ജീവിതത്തെ ആമേ കർത്താവേ ലോകത്തിൽ മലിനമാക്കി പോകാതെ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ അവിടുത്തെ വരവിന്റെ പ്രത്യാശയിൽ ആമേ കർത്താവേ സ്തോത്ര പ്രത്യാശാജനകമായ നിലയിൽ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ നിലനിന്ന് പോകാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ കർത്താവ് ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ. ഞങ്ങൾ പോകുന്ന സഭകളോ കർത്താവേ ഞങ്ങളുടെ കർത്താവേ സ്തോത്രം ചില സാരോപദേശങ്ങളോ കർത്താവേ സ്തോത്രം മറ്റേതെങ്കിലും ആമേ കർത്താവേ നന്മ പ്രവൃത്തികൾക്കോ മാനുഷികമായ ആമേ കർത്താവേ സ്തോത്രം നിർമ്മിതമായ ചില കാര്യങ്ങൾക്കൊന്നും കർത്താവേ ഞങ്ങൾ അന്നത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല കർത്താവേ. ദൈവത്തിന് ഞങ്ങളോട് ദയതോതുമാകണമേ കർത്താവ്. ഞങ്ങളുടെ നീതി പ്രവൃത്തികൾ കൊണ്ടൊന്നും ഞങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ കഴിയില്ല. എന്നാലും പകൽക്കാലം നീ കരുണ തോന്നുന്നേ കർത്താവേ. ഹല്ലേലൂയ. സകലരെയും കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തുവിനോട് അടുപ്പിക്കുവാൻ മറ്റൊരുത്തിന്റെ രക്ഷയില്ല ഞാൻ രക്ഷിക്കപ്പെടുവാനും ആകാശത്തിന്റെ കീഴെ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ഭൂമിക്ക് വിവിധ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ജനം അറിയേണ്ടതിന് കർത്താവേ രാത്രിയിലെ കർത്താവേ സ്തോത്ര ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്ന് ഹല്ലേലൂയ. ക്രിസ്തു യേശുവിനോർക്ക് യാതൊരു ശിക്ഷാപതിയുമില്ലല്ലോ കർത്താവേ. അവനവനും ശരീരത്തിൽ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് കർത്താവേ സ്തോത്ര ക്രിസ്തുവിനെ ആസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്ന ദൈവത്തിന്റെ പ്രസ്പഷ്ടമായ അസന്നിഗ്ധമായ വചനത്തെ രാത്രി ഞങ്ങൾക്ക് സേവിയ കർത്താവ് ഓർക്കുന്നു കർത്താവേ. എന്ന് കർത്താവേ സാക്ഷ്യവചനം കേട്ടപ്പോൾ നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധ ഒരിക്കൽ കൂടെ ഇടപെടണമേ കർത്താവ്. വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ കർത്താവ്. വിശുദ്ധ വർദ്ധിപ്പിക്കണമേ കർത്താവേ. നിലപാടുകൾ കർത്താവേ സ്തോത്രമെല്ലാം വ്യക്തവും സ്പഷ്ടമാക്കി കൊടുക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം. നിങ്ങളെ പിന്മാറ്റാനൊന്നെല്ലാം സ്വർഗത്തിലധികം മാറ്റങ്ങൾ പിന്മാറാകണമേ. ജോയ്സ് ടിവിയുടെ ആമേ കർത്താവേ സ്തോത്രം പ്രേക്ഷകരെ ഓർക്കുന്നു കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. ഇതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രവർത്തന സംവിധാനത്തെ ഓർക്കുന്നു. ലോകത്തിന്റെ നാനാ ദിക്കിലുമുള്ള ഹല്ലേലൂയ ആമേൻ ജാതിമത മത്സര കർത്താവേ സ്തോത്രം ജാതിമത ഭേദമന്യേ സകല കർത്താവേ ഈ ചാനലിലൂടെ കർത്താവേ നൽകപ്പെട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആമേൻ സ്തോത്ര ദൈവിക സന്ദേശങ്ങളും കർത്താവേ സാക്ഷ്യവചനങ്ങളും ആമേ കർത്താവേ ക്രിസ്ത്യൻ പ്രോഗ്രാമുകളെല്ലാം കർത്താവേ സ്തോത്രം അനേകം പേർക്ക് വിടുതലും ആശ്വാസമായി തീരപ്പെടുന്ന സ്വർഗ്ഗമിടയാക്കണമേ. ഇതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ടുകളും കർത്താവേ സ്തോത്രം ഹല്ലേലൂയ യോഗ്യരായ ദൈവമക്കളെ തന്നെ അടുപ്പിക്കണമേ കർത്താവേ. പ്രാർത്ഥനാ സംവിധാനം പ്രാർത്ഥന സഹായം വിളിക്കണമേ. ആത്മശക്തിയുള്ളവരെ അയക്കണമേ കർത്താവേ. നല്ല പ്രസംഗകരെയും കർത്താവേ സ്തോത്രം സാക്ഷ്യ അനുഭവ സാക്ഷിയുള്ളവരൊക്കെ ദൈവം അയക്കണമേ കർത്താവേ. അനേകം പേർക്ക് വിടുതലും ആശ്വാസം വിളിക്കണമേ. ഹല്ലേലൂയ. ചാനലുകളെ ഓർക്കുന്നു കർത്താവേ. എല്ലാ സൂക്ഷിക പ്രവർത്തനങ്ങളെ ഓർക്കുന്നു കർത്താവേ. എല്ലാ സംവിധാനങ്ങളെയും എല്ലാം രാത്രിയിൽ അടിയങ്ങളെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരുടെ മേലും കർത്താവിന്റെ കൃപയും കരുണയും കർത്താവ് സമാധാന സന്തോഷം അയക്കണമേ. ആരെയും കർത്താവ് വെറുതെ അയക്കരുത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരുടെ മേലും ശക്തിയും സ്നേഹവും സന്തോഷവും വ്യാപാരശക്തവും നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങളെ സഹായിക്കും കർത്താവിന്റെ വരവരെയും കുരിശിന്റെ മറുപടി മറച്ചാട്ടെ. യേശു മൂലം ഈ പ്രാർത്ഥനകൾ കൊണ്ടുവരണമേ. ആമേൻ.